ഹൈന്ദവരുടെ ഇടയിൽ ഒരു ഏകീകരണം ഉണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യം കൂടി ഈ ക്ഷേത്രങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയെ ആക്രമിച്ച് അത്തരത്തിലുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ? ഉണ്ട്. കാരണം ഇപ്പൊ അവിടെ തന്നെ നമ്മള് ആ കുട്ടി ആത്മഹത്യ ചെയ്തതും എല്ലാവരും പാഞ്ഞു കയറിയത് ഹിന്ദു സമൂഹത്തിന്റെ മേലെ. കാരണം അവിടെ ജാതീയമായ അധിക്ഷേപമാണ് ആദ്യത്തെ വിഷയം വന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഈ റാം എന്ന വ്യക്തി പട്ടികജാതിക്കാരനാണ്. അയാൾ എങ്ങനെയാണ് പിന്നെ പീഡനം നടത്തുന്നത്? അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടയാളാണ്. അപ്പൊ അങ്ങനെ എങ്ങനെ ഉച്ചനീചത്വം കാണിക്കാൻ സാധിക്കുന്നു? ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ ഇടരുത്. അത് ചിക്കൻ വിഭവങ്ങൾക്ക് അത് വേണം, അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇത് പായസത്തിലിട്ടാൽ പോയി, പായസം പോയി. അപ്പോ ഇന്നത് കുറിക്കല്യാണത്തിന് ഇന്നത്. ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഭജന സംഘം ഒരു പാട്ട് എവിടെയെങ്കിലും പാടി അത് അവിടെ അവസാനിക്കുമാണ്. അപ്പോൾ മരണത്തിന്റെ അതൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ യേശുവിൽ വിശ്വസിക്കും, ക്രിസ്തു അല്ലെ നിങ്ങൾ നരകത്തിൽ. ഈ മരിച്ച് 10 ദിവസം ഒരാളുടെ അടുത്ത് അവർ പറയുന്നത് നിങ്ങൾ നരകത്തിൽ പോകുന്നു. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി ഹിന്ദു ഐക്യവേദിയുടെ രക്ഷാധികാരിയായ KP ശശികല ടീച്ചറാണ്. ശശികല ടീച്ചർക്ക് ഒരു മുഖവുരയുടെ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിത്വമാണ് ശശികല ടീച്ചർ. ഏതായാലും തിരുവനന്തപുരത്തേക്ക് ശശികല ടീച്ചർ എത്തിയത് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് ഇടപ്പഴഞ്ഞി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിൽ ആ പ്രശ്നങ്ങൾ ഒന്ന് കാണാനും അതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ അറിയാനുമാണ്. ഏതായാലും ഒരുപാട് വിഷയങ്ങൾ ടീച്ചറോട് നമുക്ക് സംസാരിക്കാനുണ്ട്. അടുത്ത കാലത്തുണ്ടായ 2-3 വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. ഏതായാലും ആദ്യ തുടക്കം ഈ ക്ഷേത്രത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആകാം. ടീച്ചറെ, കേരളത്തിലെ CPM ഇപ്പോൾ വലിയ രീതിയിൽ അക്രമം അഴിച്ചു വിടുന്നുണ്ട് തിരുവനന്തപുരത്തൊക്കെ. കാരണം ഈ കോർപ്പറേഷൻ കിട്ടിയത് മുതൽ കോർപ്പറേഷൻ്റെ ഭരണമൊക്കെ അവതാളത്തിലാണെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു പ്രശ്നം, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന തകർച്ച, അതൊക്കെ മുന്നിൽ കണ്ടുള്ള ഒരു ശ്രമമാണെന്ന് തോന്നുന്നു. പക്ഷെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊക്കെ കയറി ഇത്തരത്തിലുള്ള തോന്നിവാസം കാണിക്കാനുള്ള ബലം ഇവർക്ക് ഇവിടെ നിന്നാണ് കിട്ടുന്നത്. ഈ പോലീസ് എന്നും ഈ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾക്ക് ലോകത്ത് എവിടെയാണെങ്കിലും അവർക്ക് പോലീസും പട്ടാളമൊക്കെ അവരുടെ മർദ്ദനോപാധികൾ മാത്രമാണ്. അപ്പോൾ ഇവിടെ പോലീസിന് ക്രമസമാധാന പാലനം ആണ് അവരുടെ ചുമതല എങ്കിലും ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടി വിടുപണി ചെയ്യലാണ് അവരുടെ ചുമതല എന്ന തലത്തിലേക്ക് അവരെ അധപ്പതിപ്പിച്ചിരിക്കുന്നു. അതിന്റെ ബാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത്. ഒരു എന്തെങ്കിലും അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം മലമകൾ ക്ഷേത്രത്തിലുണ്ടായി, അതുമായി അവിടെ ഉണ്ടായി. അത് പരിഹരിക്കേണ്ട ആളുകളാണ് പോലീസ്. കുറ്റവാളികളെ പിടിക്കണം, അതോടൊപ്പം തന്നെ ആ പ്രശ്നം കത്തിപ്പടരാതെ കാക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. അവിടെ കത്തി അമരുമായിരുന്നൊരു വിഷയത്തെ പോലീസ് തന്നെ കത്തിപ്പടർത്തി ഇതുവരെ എത്തിച്ചു. സൂചി കൊണ്ട് എടുക്കാവുന്ന ഒരു വിഷയത്തെ അവർ ശരിക്കും തൂമ്പ കൊണ്ട് പോലും ഒരു വൃത്തിയാക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി. ഇതൊന്നും ഒരിക്കലും ഒരു പോലീസിന്റെ കയ്യിൽ നമ്മൾ പ്രതീക്ഷിക്കണമെന്നില്ല. അപ്പൊ നമുക്കറിയാം, മാറാട് സംഭവങ്ങളുടെയൊക്കെ പിന്നിലേക്ക് പോയാൽ ചെറിയൊരു സംഭവത്തിൽ നിന്നാണ് തീപ്പൊരിയാണ് ഇങ്ങനെ ആളിക്കത്തി ഒരു കാട്ടുതീയായിട്ട് മാറിയത്. അപ്പൊ ഇവിടെ ജനങ്ങളല്ല ആളിക്കത്തിച്ചത്, പോലീസ് ആളിക്കത്തിച്ച ഒരവസ്ഥ. കാരണം അവിടെ ഒരു സ്ത്രീ അവർക്ക് നേരിട്ട ഒരു ഹറാസ്മെന്റിനെ പറ്റിയിട്ട് ഒരു പരാതി പറഞ്ഞാൽ പരാതിക്കാരനെ ശിക്ഷിക്കുന്ന ഇവിടുത്തെ രീതി, പരാതിക്കാരനെ ആക്രമിക്കുന്ന ഇവിടുത്തെ രീതി, അതിന്റെ പുറകെ ഉണ്ടായ വിഷയങ്ങൾ തെണ്ടി എടപ്പഴഞ്ഞി ക്ഷേത്രത്തിൽ വന്നിട്ട് ആ ക്ഷേത്രത്തിന് ഭാരവാഹികളില്ലേ, അവരോടൊന്ന് ചോദിച്ചൂടെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പ്രതികൾ ഇതിന്റെ ഉള്ളിലുണ്ട്, ഇനി അതാണല്ലോ ഇപ്പൊ പറയണ ന്യായം, അവര് നിങ്ങൾ വിട്ടുതരണം, ഇങ്ങനൊരു സംസാരം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷമല്ലേ വാതിൽ ചവിട്ടിപ്പൊളിക്കുന്നത്, കയറി സംഹാര താണ്ഡവാടലും. അപ്പോ ഈ വിഷയം വഷളാക്കിയത് CPMന് വേണ്ടി വിടുപണി ചെയ്തത് പോലീസാണ്. അതുകൊണ്ടാണ് ഇത്രയും വഷളായത്. ഇനി ഇത് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ അവർ തന്നെ അത് വിചാരിക്കണം. കാരണം ഭീഷണിപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ ആക്രമിച്ചിട്ടും ഭയപ്പെടുത്തിയിട്ടും ഒക്കെ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പുറകോട്ട് പോയ ചരിത്രമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്ഥാനം ഇല്ല. പിന്നെ അതുകൊണ്ട് തന്നെ ഭയപ്പെടാൻ സാധ്യമല്ല. ഇനി പേടിച്ച ഒളിക്കാൻ കാടുമില്ല, പോകാൻ ചുമരുമില്ല. പിന്നെ അതുകൊണ്ട് മുന്നോട്ട് നീങ്ങിയേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗം വളരെ കറക്റ്റാണ്. നമ്മുടെ ഭാഗത്ത് നീതി ഉള്ളിടത്തോളം കാലം അവിടെ തന്നെ ഉറച്ചു നിൽക്കും. അപ്പൊ ഇനി എന്ത് വേണമെന്ന് CPMും പോലീസും കൂടെ തീരുമാനിക്കട്ടെ. അങ്ങനെ തീരുമാനിച്ചാൽ തിരുവനന്തപുരത്ത് സമാധാനം ഉണ്ടാവും. ഇതുവരെ അതിലൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നടപടി സംഘപരിവാറിന്റെ പുറകെ പായൽ മാത്രമാണ് നടപടി. അവരെ വേട്ടയാടി പിടിക്കലാണ് നടപടി. ഇതൊരു പക്ഷേ CPMന്റെ ഒരു വരുന്ന തെരഞ്ഞെടുപ്പിലെ പരാജയം മുന്നിൽ കണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ പരാജയം, അതൊക്കെ തിരിച്ചു പിടിക്കാനുള്ള ഒരു മാർഗം എന്ന രീതിയിൽ അക്രമം ഉപേക്ഷിക്കും. കാരണം അവര് കണ്ണൂരടക്കം പല സ്ഥലത്തും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയെ തടയാൻ ശ്രമിച്ചത് അക്രമത്തിലൂടെ, വിജയിച്ചില്ലെങ്കിലും അക്രമത്തിലൂടെയാണ്. കാരണം ഒരുപാട് നറേറ്റീവ് ഉണ്ടാക്കാൻ കഴിയില്ലേ? അതായത് ഇപ്പൊ ഇവർ പറയുന്ന തിരുവനന്തപുരത്ത് ഭരണം പിടിച്ചപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ, കോർപ്പറേഷൻ ഭരണം പിടിച്ചപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ, ഇനി എന്തായിരിക്കും, അതായത് MLA ഉണ്ടായാലും എന്തായിരിക്കും,
ആയിരിക്കും എന്ന രീതിയിലാണ്. അതൊരു നറേറ്റീവ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൂടിയാണ്. കാരണം ഇപ്പോൾ മറ്റുള്ളിടത്തൊക്കെ ഈ അക്രമം ഉണ്ടാക്കിയതും കാരണം അവരും അക്രമികളാണ്. അപ്പൊ ഈ സമാധാനം ആഗ്രഹിക്കുന്നവർ നിങ്ങൾ രണ്ടു കൂട്ടരും കണക്കാ എന്ന് പറഞ്ഞ് ചിലപ്പോൾ മാറി നിൽക്കില്ല. അത് അത്രയും മതി അവർക്ക്. കാരണം അതല്ല എങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നുണ്ട് എല്ലാവരും. അപ്പൊ ആ ആകൃഷ്ടരാകുന്നവരെ എല്ലാം ഒരു പരിധി വരെ ഒന്ന് തടഞ്ഞു നിർത്തുന്നത് അവരും അക്രമികളാണ് എന്നുള്ളൊരു നറേഷൻ അവർക്ക് കൊടുത്തുകൊണ്ടാണ്. അതുണ്ടാക്കണമെങ്കിൽ ഇതുപോലുള്ള ചില സംഭവങ്ങൾ, ചില നാടകങ്ങൾ ഉണ്ടാക്കി അവർക്ക് മതി. ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും ഈ ക്ഷേത്രം ഈ അക്രമവുമായി ബന്ധപ്പെട്ട്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി അത് പരിഹരിക്കാൻ CPM-ഉം പോലീസുമാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ ക്ലിയർ ആണ്. നമ്മുടെ ഭാഗത്ത് നീതി ഉള്ളിടത്തോളം കാലം നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കും. സമാധാനം വേണം, പക്ഷെ അത് ഏകപക്ഷീയമായ കീഴടങ്ങലാവില്ല. കാരണം ഇന്നലെയൊക്കെ വനിതകളെയൊക്കെ തല്ലിച്ചേർത്ത് വളരെ മോശമായിരിക്കുന്നു. ഒരു ഭരണകൂടമാണ് ഇത് ചെയ്യുന്നത്, മറ്റൊരാളല്ല. കാരണം ഇന്നലത്തെ മറ്റേ ജലപീരങ്കിയൊക്കെ ഉണ്ടല്ലോ, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടണം. ഇത്ര ഫോഴ്സിൽ വെള്ളം അടിച്ച് ഇവർക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അത് ഡ്രെയിനേജ് വാട്ടർ. ഈ ഡ്രെയിനേജ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ മസ്തിഷ്ക ജ്വരം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ഡ്രെയിനേജ് വാട്ടർ നേരിട്ട് ചെവിയിലേക്കൊക്കെ അടിച്ച് ഈ ഇങ്ങനെ ഒരു രോഗം പടർത്താൻ ഇവർക്ക് ഉദ്ദേശമുണ്ടോ എന്തായിരുന്നു? അപ്പൊ ഇതൊക്കെ ശരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടേണ്ട വിഷയമാണ്. അപ്പൊ ഇപ്പൊ എല്ലാം മര്യാദ അവർ ലംഘിച്ചു കഴിഞ്ഞു. ഇനി മര്യാദ വേണമെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഇനി മര്യാദ വേണമെങ്കിൽ അവരതിനുള്ള മാർഗങ്ങൾ കാണട്ടെ. ടീച്ചർ, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. നമുക്ക് അഞ്ചരക്കണ്ടിയിൽ ഒരു മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട്, ആ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അവിടെ നടന്നിട്ടുള്ള നിയമലംഘനങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അവിടെ നടന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒരു സീരീസ് ഓഫ് ട്രസ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ മാനേജ്മെന്റ്. ഞാൻ മനസ്സിലാക്കുന്ന പൊയ്നാച്ചി സെഞ്ചുറി മെഡിക്കൽ കോളേജുമായി, ഡെന്റൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്നാണ് നിമിഷ ഫാത്തിമ അടക്കം IS-ലേക്ക് എത്തപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയം ഗൗരവകരമായി ഒരുപക്ഷെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നൊരു അഭിപ്രായമുണ്ട്. അതെ, പിന്നെ ഹിന്ദു ഐക്യവേദി ഈ പൊയ്നാച്ചി ഡെന്റൽ കോളേജിന്റെ മുന്നിൽ സമരം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിയമപരമായി പരാതി കൊടുത്തില്ല. കോളേജ് പൂട്ടിയിട്ടുണ്ട്. അത് ഹിന്ദു ഐക്യവേദിയുടെ പരാതിയുടെ പുറത്താണ് അങ്ങനെ ഒരു സംഗതി നടന്നത്. അപ്പോൾ ഹിന്ദു ഐക്യവേദി ഇതിനെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സമാജത്തിന്റെ ഒരു നിസ്സംഗത, കാരണം നേരത്തെ പറഞ്ഞ ഒരു നറേഷൻ ബിൽഡിംഗ് ഉണ്ടോ, അവർ വർഗീയവാദികളാണ്, അവരെടുക്കുന്ന വിഷയമൊക്കെ വർഗീയവാദം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഇതിനെ മൂടി വെക്കാൻ പറ്റും. വിഷയം ഞങ്ങൾ മനസ്സിലാക്കുകയും ഞങ്ങൾ അതിനെതിരെ സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചരക്കണ്ടി കോളേജ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ, അതാണ് നമ്മുടെ മുഖ്യമന്ത്രി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ എത്ര സജീവമായിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പൊ സ്വന്തം മണ്ഡലത്തിൽ ഇപ്പൊ ഒന്നും ചിന്തിക്കേണ്ട. നമ്മള് മറ്റേ പാലക്കാട് വ്യാസവിദ്യാപീഠത്തില് മറ്റേ മോഹൻജി ഭഗവത് വന്ന് കൊടി ഉയർത്തിയത് എന്ത് പ്രശ്നമായിരുന്നു. നമ്മുടെ കുട്ടികൾ ഓടുന്ന തീവണ്ടിയിൽ പരമപവിത്ര മദാമി ഗുരുപൂജ ഏതെങ്കിലും ഒരു സ്കൂളിൽ നടത്തിയ ഭയങ്കര പ്രശ്നമാണ്. ഇതൊക്കെ അറിയുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സ്വന്തം മണ്ഡലത്തിലെ നിയമലംഘനം അറിഞ്ഞില്ല. അവിടെ ഇത്രയും പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. പീഡനം മാത്രമല്ല, ആ മാനേജ്മെന്റ് ഞാൻ മനസ്സിലാക്കിയത് 4 പേരാണ് ആ മാനേജ്മെന്റിലുള്ളത്. ഒരു അബ്ദുൽ ജബ്ബാർ ഹാജി, അയാളുടെ മകൻ, അതുപോലെ തന്നെ അയാളുടെ ഒരു ബന്ധു, അയാളുടെ ബന്ധുവിന്റെ മകൾ, ഇവർ 4 പേരാണ്. ഞാനും അപ്പനും സുഭദ്രയും ചേർന്ന ട്രസ്റ്റ് ആണെന്ന് നടത്തുന്നത്. അവർ ഒരു സീരീസ് ഓഫ് കോളേജുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഡെന്റൽ കോളേജുണ്ട്, ഫാർമസി കോളേജുണ്ട്, നഴ്സിംഗ് കോളേജുണ്ട്, ഹോട്ടലുകളുണ്ട്. ഇത്രയും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അത് എല്ലാം ഉടനെ പൂട്ടുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലൊക്കെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല. ഇയാൾ ഈ പറയപ്പെടുന്ന അബ്ദുൽ ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ആൾ കള്ളപ്പണം അടക്കം ഉള്ള കേസുകളിൽ, കള്ളപ്പണത്തിന്റെ വെളുപ്പിച്ചടക്കമുള്ള കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളാണ്. പക്ഷെ അപ്പോഴും 2500 സ്ക്വയർ ഫീറ്റ്, 25,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ബിൽഡിംഗ് പണിയാൻ 300 ഏക്കർ ഭൂമി അക്വയർ ചെയ്തുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഇല്ലാതെ സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പിണറായി വിജയൻ അടക്കം അറിഞ്ഞില്ല, അല്ലെ കേരളത്തിലെ വലതുപക്ഷം അറിഞ്ഞില്ല എന്ന് പറയുന്നത് കിട്ടിയാ പോരെ. പാർട്ടിക്കോ അവർക്കോ കിട്ടേണ്ടത് കിട്ടിയാൽ പിന്നെ നിയമലംഘനം ഒരു പ്രശ്നമല്ലല്ലോ. അപ്പൊ എത്ര തലത്തിലുള്ള അനുമതി വേണം ഇങ്ങനെ ഒരു ബിൽഡിംഗ് കെട്ടി ഉണ്ടാക്കണമെങ്കിൽ? ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, ഞാനൊരു എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. അതിന്റെ മാനേജ്മെന്റുമായിട്ട് കൃത്യമായി അറിയാവുന്ന ഞങ്ങളുടെ മാനേജ്മെന്റ് സ്കൂളുകളുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു കെട്ടിടം കിട്ടണമെങ്കിലും ഒരു അനുവാദം കിട്ടണമെങ്കിലും അതിന്റെ ഒരു അപ്രൂവൽ കിട്ടണമെങ്കിലും നമ്മൾ എത്ര കാലം നടന്നാലാണ് ഒരു സ്കൂളിന്റെ കൈമാറ്റം പോലും നടക്കണമെങ്കിൽ. ഒരു സ്കൂൾ ഒരാൾക്ക് വിറ്റാൽ അതിന്റെ രേഖകൾ ശരിയാകണമെങ്കിൽ 3-4 വർഷം എടുക്കും നമ്മളതാണ്. അവിടെയാണ് ഇതൊക്കെ നമുക്ക് പുഷ്പം പോലെ അവർ പറിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത് അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യമില്ല. വിദ്യാഭ്യാസ സ്ഥാപനം ഒരു മറയാണ്. അതാണ് പൊയ്നാച്ചി ഡെന്റൽ കോളേജിൽ കണ്ടത്. ഞങ്ങൾ മനസ്സിലാക്കിയത് അവിടുന്ന് 8ഓളം കുട്ടികൾ മതം മാറി പോയിട്ടുണ്ട്. 8ഓളം കുട്ടികൾ മതം മാറി പോയിട്ടുണ്ട്. അപ്പൊ ഇവിടെയും
ആ ഒരു ഉദ്ദേശമുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനം ഒരു മറയാണ് അവർക്ക്. അത് ഡെന്റിസ്റ്റുകളെ സൃഷ്ടിക്കാനോ ഡോക്ടറെ സൃഷ്ടിക്കാനോ അല്ല, നേഴ്സിനെ സൃഷ്ടിക്കാനോ അല്ല, മറിച്ച് മതം മാറ്റത്തിനും ഭൂമി കയ്യേറ്റത്തിനുമുള്ള ഒരു ഉപാധി മാത്രമായിട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ ഉള്ള ഒരു ഉപാധിയായിട്ട് ഇതിനെ മാറ്റി എന്നുള്ളത്. അത് നഷ്ടം പറ്റിയാൽ അവർക്ക് അത് എഴുതി വെക്കാം. കോളേജ് അടച്ചു പൂട്ടിയാൽ അവർ ഇറക്കിയ പണം വെളുത്തു. അത് തന്നെ. അതുകൊണ്ടായിരിക്കും ഇത്രയും സ്ഥാപനങ്ങൾ തുടങ്ങിയെന്നാണ് എന്റെ ഒരു നിഗമനം. കൂട്ടാൻ വേണ്ടി തുടങ്ങുന്നതാണ്. അതെ അതെ. അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും സ്ഥാപനങ്ങൾ തുടങ്ങി നഷ്ടം വരുന്ന ഒരാൾ പൂട്ടില്ല. അത് 5 സ്റ്റാർ ഹോട്ടലുകളൊക്കെ ഉണ്ട് ഇതിന് കീഴിൽ. ടൂറിസം ഒരുപാട് പദ്ധതികൾ ഇവർ ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ വേണ്ട വിധത്തിൽ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ടീച്ചറിനോട് ഇപ്പൊ ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. BJP പോലും ഇത് കൃത്യമായി അഡ്രസ് ചെയ്യുന്നില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിനെക്കുറിച്ച് BJP രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായം അവരാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്. ഏതായാലും അവര് സമരം ചെയ്യുന്നുണ്ട്. ഹൈന്ദവ സംഘടനകൾ സജീവമായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹൈന്ദവരുടെ ഇടയിൽ ഒരു ഏകീകരണം ഉണ്ടാകുന്നത് തടയുക എന്ന ലക്ഷ്യം കൂടി ഈ ക്ഷേത്രങ്ങളെ ആക്രമിക്കുക അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയെ ആക്രമിച്ച് അത്തരത്തിലുള്ള ഒരു ശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ടോ? ഉണ്ട്. കാരണം ഇപ്പൊ അവിടെ തന്നെ നമ്മള് ആ കുട്ടി ആത്മഹത്യ ചെയ്തതും എല്ലാവരും പാഞ്ഞു കയറിയത് ഹിന്ദു സമൂഹത്തിന്റെ മേലെ. കാരണം അവിടെ ജാതീയമായ അധിക്ഷേപമാണ് ആദ്യത്തെ വിഷയം വന്നത്. ഭൂമി വിഷയം വന്നില്ല. ഈ റാം എന്ന ഭ്രാന്തന്റെ അയാള് ഭ്രാന്ത് അഭിനയിക്കുകയാണോ സംശയമുണ്ട്. ഈ മാനേജ്മെന്റിന് വേണ്ടി കളിക്കുകയാണോ? കാരണം അതെന്ന് വെച്ചാൽ ഈ സെഞ്ചുറി ഡെന്റൽ കോളേജിലും വിദ്യാർത്ഥികളെ ഇതേ തരത്തിൽ അധ്യാപകർ പീഡിപ്പിച്ചിരുന്നു. അതെങ്ങനെയാണ് ഒരു കോളേജിലെ എല്ലാ അധ്യാപകരും പീഡകരായി മാറുന്നത്? അത് എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും രക്ഷകരായി ചെയ്യും. ആ രക്ഷകരുടെ കൂടെ അവരങ്ങ് പോയി കിട്ടും. അത് അപ്പൊ മതം മാറ്റാൻ വേണ്ടിയുള്ള അരങ്ങൊരുക്കുകയാണ്. എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ജാതി പീഡനം നമുക്ക് തമാശ തോന്നാണ്. ഈ കുട്ടിയെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞാൽ നമുക്ക് അതിൽ വിശ്വസിക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഈ റാം എന്ന വ്യക്തി പട്ടികജാതിക്കാരനാണ്. അയാൾ എങ്ങനെയാണ് പിന്നെ പീഡനം നടത്തുന്നത്? അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അപ്പൊ അങ്ങനെ എങ്ങനെ ഉച്ചനീചത്വം കാണിക്കാൻ സാധിക്കുന്നു? അപ്പോ ജാതി അധിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്ന് കുട്ടി പറഞ്ഞാൽ അത് വാസ്തവമാണ്. അപ്പൊ ജാതി അധിക്ഷേപം ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരുന്നിട്ട് പ്ലാൻഡ് ആണ് ആ അധിക്ഷേപം എന്നാണ് പറഞ്ഞത്. അത് മനഃപൂർവ്വം അയാളുടെ ഉണ്ടാകുന്നതല്ല, അത് പ്ലാൻഡ് ആയിട്ട്. കാരണം മതം മാറ്റത്തിന് മാത്രമല്ല ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്തിനാ ഇതിൽ ഈ റാമിനെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ വിനോദ് മോനി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ പ്രിൻസിപ്പൽ എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു കോളേജിൽ നിന്ന് ഇതേ പ്രശ്നം കാരണം അവിടെ നിന്നും മാറ്റപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നു. അപ്പൊ അയാളും ഈ വിഷയത്തെ കാര്യമായി അഡ്രസ് ചെയ്തില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അധ്യാപകരെ തെരഞ്ഞുപിടിച്ച് അവിടെ ജോലി കൊടുക്കുന്നതും ഇത് ഈ മതപരിവർത്തനത്തിലേക്കും അതുപോലെ തന്നെ കള്ളപ്പണ ജാതിയിൽ ഒതുക്കിയത് ലോൺ ആപ്പിലേക്കും അതെ ലോൺ ആപ്പ് ജാതി ബാക്കിയെല്ലാം ഇതിന്റെ പിന്നിൽ മറഞ്ഞു. അപ്പോ അത് വ്യക്തമായ ഒരു അജണ്ടയുണ്ട്. ഈ അതാ നമ്മൾ ഈ കൂത്തുപറമ്പ് സ്വാശ്രയ കോളേജിന്റെ പേരിൽ 5 പേരെ അതിൽ നിന്ന് വളരെ അടുത്താണ് ഈ അസ്വാഭാവികതയും അവർ കണ്ടില്ല അങ്ങനെ ഒരു കോളേജിന്റെ നടത്തിപ്പില് എന്നാണ് നമ്മൾ SFIക്ക് യൂണിറ്റ് പോലും ഇതിന് ശേഷം ഉണ്ടായിരുന്നു. അല്ലെ ഈ ധർമ്മടത്തെ പിണറായി വിജയന്റെ മൂക്കിൽ തുമ്പിൽ ഇരിക്കുന്നിടത്ത് ചെയ്യാൻ കഴിയാത്ത SFI അവിടെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. യൂണിറ്റ് ഇട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത്രയും കാലം കോളേജിനകത്ത് ഒരു യൂണിറ്റ് ഇട്ടില്ല? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതേപോലെ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തതാണ് പാലക്കാട് വാണിയംകുളം PK ദാസ് അതോടുകൂടി ഒരു വർഷം സ്വന്തം വീട്ടിലേക്കും കടക്കാൻ പറ്റില്ല എന്നത് ഇവിടെ മാനേജർമാര് സുരക്ഷിതരാണ്. അവർക്ക് അറസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ വ്യത്യാസം? കൃഷ്ണദാസും അബ്ദുൽ ജബ്ബാറും തമ്മിലുള്ള വ്യത്യാസം മതമാണോ? അതായിരുന്നു കാരണം കൃഷ്ണദാസ് എനിക്കൊന്ന് മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷനിൽ ആകെയുള്ള ഹിന്ദു ആയിരുന്നു. അതിനുശേഷമാണ് അബ്ദുൽ ഗഫൂർ അടക്കമുള്ളവർ വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അത് ആ കേസിൽ കൃഷ്ണദാസ് പ്രതിയല്ല എന്ന് പിന്നീട് CBI കണ്ടെത്തിയെങ്കിൽ 1 വർഷം അധികം ബുദ്ധിമുട്ടി. അദ്ദേഹത്തിന്റെ വീട് പാലക്കാട് ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ. കേരളത്തിലേക്ക് കിടക്കാൻ പറ്റാതെ കോയമ്പത്തൂർ നിൽക്കേണ്ടി വന്നു. ഈ സ്ഥാപനങ്ങളുടെ ഒക്കെ നടത്തിപ്പ് അവിടെ നിന്ന് റിമോട്ട് കൺട്രോളിൽ നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. ഇവിടെ അബ്ദുൽ ജബ്ബാർ പ്രതിയല്ലെന്ന് മാത്രമല്ല ആരാണെന്ന് അറിയുന്നില്ല. അബ്ദുൽ ജബ്ബാറിന്റെ പേര് പോലും പറയുന്നില്ല. കുട്ടികൾക്ക് അറിയില്ല. കുട്ടികൾ പറയുന്നുണ്ട് ഈ മാനേജ്മെന്റ് ആരാ ഞങ്ങൾക്കൊന്ന് കാണണമെന്ന് പറയുന്നത്. ഈ കൃഷ്ണദാസിന്റെ വീട്ടില് പുറത്തൊക്കെ ബഹളം വെച്ചോളൂ. എന്നിട്ട് കൊടി കുത്തി മുദ്രാവാക്യം വിളിച്ചു. ആർക്കും അബ്ദുൽ ജബ്ബാറിനെ കാണണ്ടേ ഇവിടെ? അതാണ് അതിന്റെ വ്യത്യാസം. അത് മതം കൊടുക്കുന്ന പ്രിവിലേജ്. അതുപോലെ തന്നെ ഈ ഇപ്പോ നന്ദഗോവിന്ദൻ ഭജൻസുമായി ബന്ധപ്പെട്ടാണ് ഏറ്റവും ഒടുവിലുണ്ടായ വിവാദം. ശശികല ടീച്ചറാണ് അതിനൊരു തുടക്കം കുറിച്ചത്. ഞാനൊന്നല്ല തുടങ്ങിയത്, അത് 1-2 ദിവസമായിട്ട് കേൾക്കുന്നു. ഞാൻ അവസാനം ഒരു അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഞാൻ പറയുന്നത് എനിക്ക് അതിൽ സന്തോഷമുണ്ട്. ഞാൻ പറയണത് എന്തെന്ന് വില വെക്കുന്നുണ്ടല്ലോ ഇവിടുത്തെ മാധ്യമങ്ങൾ. അത് എനിക്ക് സന്തോഷം തോന്നി. മാധ്യമങ്ങൾ മാത്രമല്ല ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അത് എനിക്ക് തോന്നുന്നു അത് ഇപ്പൊ നമ്മുടെ കുട്ടികളെ ഒരു തിരുത്താൻ ശ്രമിക്കുന്ന ഒരു തലത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ.
എന്റെ കുട്ടികൾ തെറ്റ് ചെയ്താലും അത് അവരെ നശിപ്പിക്കാനല്ല, അവരെ തകർക്കാനല്ല. അതല്ല ശരി എന്ന് പറഞ്ഞു കൊടുക്കണല്ലോ. അതൊരു അമ്മയുടെ അവർ ശരിയാണെന്നാണ് ഇപ്പൊ അവരും പറയുന്നത്. അത് പറയട്ടെ, അത് അവരുടെ പ്രായം അല്ലെങ്കിൽ അവരുടെ ധാരണ അങ്ങനെയായിരിക്കാം. നാളെ അവർ തിരുത്തുമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകാം. ഇവിടെ മതസൗഹാർദ്ദവും മതേതരത്വവും മതസഹിഷ്ണുതയും കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. അമ്പലത്തിൽ ക്രിസ്തീയ ഭക്തിഗാനമോ പള്ളിയിൽ പോയിട്ട് പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് പള്ളി എന്ന് വാക്കുണ്ടെങ്കിലും പള്ളിക്കെട്ട് ഇത് പാടിയിട്ടല്ല കാണിക്കണം. ഓരോന്നിനും ഓരോ സ്ഥലമുണ്ട്. ഞാനത് കൃത്യമായിട്ട് ആ പോസ്റ്റിലിട്ടു. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ ഇടരുത്. അത് ചിക്കൻ വിഭവങ്ങൾക്ക് അത് വേണം, അത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഇത് പായസത്തിലിട്ടാൽ പോയി, പായസം പോയി. അപ്പോൾ ഇന്നത് കുറിക്കിന്നത് കുറിക്കല്യാണത്തിന് ഇന്നത്. ഇത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഭജന സംഘം ഒരു പാട്ട് എവിടെയെങ്കിലും പാടി അത് അവിടെ അവസാനിക്കുമാണ്. നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറഞ്ഞാൽ അവർ കുറച്ച് പേരും പ്രശസ്തിയും നേടിയൊരു ടീമാണ്. യദ്യാചരതേ ശ്രേഷ്ഠം, ശ്രേഷ്ഠന്മാർ ആചരിക്കുന്നതാണ് പിന്നീട് ആചാരമായിട്ട് മാറുന്നത്. അപ്പോൾ അത് മാത്രമല്ല, ചാനലുകൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്തു, ഞാൻ അതിനുശേഷം അത് അറിഞ്ഞത് തന്നെ. ചാനലുകൾ കൈകാര്യം ചെയ്ത് നന്ദഗോവിന്ദൻ ഭജൻസ് ക്ഷേത്രത്തിൽ ക്രിസ്തീയ ഭക്തിഗാനത്തിൽ അഭിനന്ദന പ്രവാഹം, അഭിനന്ദന പ്രവാഹം. അപ്പൊ ഇനിയൊരു ഭജൻസ് അഭിനന്ദന പ്രവാഹം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ക്രിസ്തീയ ഭക്തിഗാനമോ മനോരമയാണ് ഏറ്റവും കൂടുതൽ ആഘോഷം. ക്രിസ്തീയ ഭക്തിഗാനമോ മാപ്പിളപ്പാട്ടോ പാടിയാല് അപ്പൊ അവർക്കും എന്താ വേണ്ടത്? അഭിനന്ദന പ്രവാഹമാണ് വേണ്ടത്, വേദികളാണ് വേണ്ടത്. അതൊരു തെറ്റായ കീഴ്വഴക്കമുണ്ടാകും അത്തരത്തിൽ. കാരണം ഇവിടെ പലതും അതിജീവിച്ച ക്ഷേത്രങ്ങളൊന്നും അല്ലാത്ത കാലത്ത്, ചോദിക്കാനും പറയാനും ആളില്ലാത്ത കാലത്ത് ക്ഷേത്ര പറമ്പിൽ സുവിശേഷം പറഞ്ഞു. പാപികളേന്ന് ഉത്സവ സമയത്ത് പലപ്പോഴും അമ്പലത്തിലെ മേശ ഉപയോഗിക്കാം. ആ മേശപ്പുറത്ത് ഉപദേശി കയറി നിന്നിട്ട് ഈ പാപികളേന്ന് വിളിച്ചത് സംഘികളെ അല്ല, മൊത്തം വിശ്വാസികളെയാണ്. അതേപോലെ നരകത്തിൽ പോകുന്നു പറയുന്നത് സംഘികളെയല്ല, വിശ്വാസികളെ. സംഘികൾക്ക് നരകമൊന്നും പേടിയില്ല. ഹൈന്ദവ സമൂഹത്തെയാണ് നരകത്തിൽ പോകുന്നു പറഞ്ഞത്. അതേപോലെ ഭഗവാൻ കാലുമാറുന്നു, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി തുടങ്ങിയ നാടകങ്ങള്, സാംബശിവന്റെ കഥാപ്രസംഗങ്ങള്. സാംബശിവന്റെ കഥാപ്രസംഗത്തിൽ ഭക്തിയേക്കാൾ ഉപരി ഉണ്ടായിരുന്നത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാനായിരുന്നു. ഇതിനൊക്കെ വേദി ക്ഷേത്രങ്ങളായിരുന്നു. സാംബശിവനൊക്കെ ആളായത് ക്ഷേത്രത്തിനകത്താണ്. അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം എന്ന കല വളരെ സൂപ്പർ. പക്ഷെ അതിലൂടെ ഒളിച്ചു കടത്തിയ, അതിലൂടെയൊക്കെയാണ് കേരളത്തിലൊരു കമ്മ്യൂണിസത്തിന്റെ ഒരു ഓളം അവരുണ്ടാക്കിയെടുത്തത്. ഇതിനൊക്കെ ഉപയോഗിച്ചത് വിശ്വാസിയുടെ പോക്കറ്റിലെ പണം, ഇതിനുപയോഗിച്ചത് ക്ഷേത്രത്തിന്റെ മിറ്റാണ്. അപ്പോൾ ഇതിനെ നമ്മൾ വളരെ പതുക്കെ, എന്നാൽ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ചില പ്രവർത്തനങ്ങളിലൂടെയാണ് ഇതൊക്കെ മാറി വന്നത്, തന്നെ മാറി വന്നത്. അത് തീർച്ചയായിട്ടും എനിക്കറിയാം. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഈ വീടുകളിൽ കയറി വന്ന് സുവിശേഷം പറയുന്ന പാസ്റ്റർമാരുണ്ട്. എന്റെ വീട്ടിൽ ഒരിക്കൽ വന്ന ഒരു പാസ്റ്റർ വന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയ്ക്ക് സൂലായിരിക്കുന്ന സമയമാണ്. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല, ഇരിക്കുമെന്ന് പറഞ്ഞു. പപ്പ എന്നോട് പറഞ്ഞു പെട്ടെന്ന് വിളക്കെടുത്ത് വെക്കുക, അയാൾക്ക് പ്രാർത്ഥിക്കണം. അപ്പൊ വിളക്ക് വേണ്ട, വിളക്കിൽ പ്രാർത്ഥിക്കില്ല. അപ്പൊ പപ്പ പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് എന്തോ മനപ്രയാസം കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് വിചാരിച്ചത്, അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഈ രീതിക്ക് പ്രാർത്ഥിക്കാമെങ്കിൽ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പോകുന്നു പറഞ്ഞു. അപ്പൊ പിന്നീട് ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ശല്യം ചെയ്യാനായിട്ട് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ നോട്ടീസ് വിതരണം ചെയ്യുക ഇപ്പോഴും ഉണ്ട് കേട്ടോ. മെഡിക്കൽ കോളേജുകളിൽ, ജയിലുകളിൽ, ഈ ജയിലുകളിൽ പോകുന്നവരൊക്കെ വരുന്നത്, തിരിച്ചു വരുന്നത് സുവിശേഷം പറഞ്ഞുകൊണ്ട്. വ്യക്തിപരമായ അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ കുട്ടികളുടെ അച്ഛൻ മരിച്ചിട്ട് 10 ദിവസം പോലെ കഴിഞ്ഞിട്ടില്ല. അതിനിടയിൽ എനിക്കൊരു വലിയ കട്ട് വരികയാണ്, ഒരു വലിയ കവർ. അപ്പൊ എന്റെ മാത്രം പേരല്ല, അഡ്രസ്സ് പോലെ ഒരു വികടം അഡ്രസ്സ്. എന്റെ പേരുണ്ട്, എന്റെ മകന്റെ പേരുണ്ട്, മൂത്ത മകന്റെ പേരുണ്ട്, മൂത്ത മരുമകളുടെ പേരുണ്ട് അഡ്രസ്സിൽ. ഇത്രയും പെട്ടെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അകത്ത് അഡ്രസ്സ് ചെയ്യുന്ന ഞങ്ങളെ മക്കളുടെ പേരുണ്ട്, മരുമക്കളുടെ പേരുണ്ട്, എല്ലാം വെച്ചിട്ട് അഡ്രസ്സ്. എന്റെ അമ്മയുടെ പേരും വെച്ചിട്ട്. അപ്പോൾ മരണത്തിന്റെ അതൊക്കെ പറഞ്ഞിട്ട് എന്താ വെച്ചാൽ യേശുവിൽ വിശ്വസിക്കും, ക്രിസ്തു അല്ലെ നിങ്ങൾ നരകത്തിൽ. ഈ മരിച്ച് 10 ദിവസം ഒരാളുടെ അടുത്ത് അവർ പറയുന്നത് നിങ്ങൾ നരകത്തിൽ പോകും, അല്ലെ മരിച്ചു പോയ ആള് നരകത്തിൽ പോകും. ഇങ്ങനെ നമ്മളെ അപ്പോഴത്തെ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം. 10 ദിവസമായിട്ടുള്ള ഇതിനെ മറികടന്ന് നമ്മൾ പോന്നിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇത് ഞാൻ ശശികല ടീച്ചറാന്ന് അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല, മറിച്ച് ഞങ്ങൾ ഈ വിവരം പത്രങ്ങളിൽ വന്നിട്ട് അന്തരിച്ച വാർത്ത കൊടുത്തേല് മക്കളുടെയും മരുമക്കളുടെയും. അപ്പൊ ഞങ്ങൾ അതേമാതിരി മറ്റേ ജന്മഭൂമി പത്രത്തില് അദ്ദേഹത്തിന്റെ ഫോട്ടോ കൊടുത്ത് നമ്മൾ മെമ്മറി വെച്ച് കൊടുത്തേല് എന്റെ അമ്മയുടെ പേര് വെച്ചിട്ടുണ്ട്. കാരണം അമ്മയ്ക്ക് മകനായിട്ടാണ്, വേറെ മക്കളില്ല. അപ്പൊ അമ്മയുടെ പേര്. അപ്പൊ അതുകൊണ്ട് ഈ ഞങ്ങളുടെ എല്ലാവരുടെയും പത്രത്തിൽ നിന്ന് കൊല സമയത്ത് ഞങ്ങളെ ശപിക്കണമെങ്കിൽ ചിലർ ബുദ്ധി പോരാ. അപ്പൊ ഇത്തരം വർക്ക് നടത്തുമ്പോൾ നമ്മൾ അമ്പലങ്ങളിൽ ഒരു ശ്രദ്ധ ആവശ്യമാണ്. അമ്പലം എന്ന് പറഞ്ഞാൽ ചില പ്രത്യേക ആരാധന നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് വഴിപാടുകൾ കൊടുക്കുന്നവരുണ്ടാകാം, അവിടേക്ക് പിരിവ് കൊടുക്കുന്നവരുണ്ടാവാം. ഈ പിരിവ് കൊടുക്കുന്നവർ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ നമുക്ക് മാംസവും മത്സ്യവും നേദിക്കാൻ പറ്റും, വീഞ്ഞ് നേദിക്കാൻ പറ്റില്ല. തന്നവര് ഭക്തർ കുറെ ക്രിസ്ത്യാനികൾ പൈസ തന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വീഞ്ഞ് നേദിച്ചു എന്ന് പറയാൻ പറ്റും അമ്പലത്തില്? ഈ ഒരു ചോദ്യം. അപ്പൊ അവിടെ ആ ഭജന കേൾക്കാൻ വന്നാൽ ഹിന്ദു സമൂഹത്തിൽ നല്ലൊരു ശതമാനം മദ്യപാനികളാണ്, അല്ലാന്ന് പറയുന്നത്. ആ വന്നതിൽ ഒരു 60% മദ്യപാനികളാവും. അതുകൊണ്ട് അവർക്ക് വേണ്ടി അടിച്ചങ്ങ് പൂസായി കുടിച്ചങ്ങ് വാലായി എന്നുള്ള പാട്ട് അവിടെ പാടാൻ പറ്റില്ല. എന്തിനു വേണ്ടി? മദ്യപാനികളാ വന്നത്. അവര് പറഞ്ഞു ഈ പാട്ട് പാടും.
അങ്ങനെ വാല് തലയാട്ടാൻ പാടും. അവർ പ്ലാൻ ചെയ്ത് സുധീപ് എന്ന് പറയുന്ന ഒരു ഗായകൻ, ആ ഗായകനെ കുറിച്ച് വലിയ ചർച്ചയാവുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ പാടിയ പാട്ടാണെങ്കിലും ക്ഷേത്രത്തിൽ ഇത് പാടാൻ കഴിയില്ല, ഹല്ലേലൂയാണ്. അതാണല്ലോ നിലപാട്. അല്ലെങ്കിൽ ഓരോരുത്തരും ഇവരിട്ട് തട്ടില്ലേ. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ടീച്ചർ, ഇതൊരു മതബോധനത്തിന്റെ അപ്പുറത്ത് സ്വന്തം വ്യക്തിത്വം, ഒരു ഐഡന്റിറ്റി, താൻ ആരാണെന്നുള്ള ഒരു ബോധ്യം ഇല്ലാത്തതുകൊണ്ടല്ലേ ഇത്തരം പ്രവർത്തനമല്ല, ഈ കയ്യടി നേടാനുള്ള മോഹം കൊണ്ട് മാത്രമല്ല കച്ചവട താല്പര്യം. നമ്മളൊക്കെ ഒരു ലൈനിൽ നിൽക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. നേട്ടങ്ങളൊന്നും ഉണ്ടാവില്ല, ഏറെ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട്. നേരെ മറിച്ച് ഈ ലൈനിൽ നിന്ന് ഒന്നാണ് മാറിയാൽ, മതേതരനായി അഭിനയിച്ചാൽ നമ്മളെ തലയിലേറ്റ് നടക്കാൻ ആൾക്കാർ. ടീച്ചറെ, അങ്ങനെയൊക്കെയാണ് ഞങ്ങളൊക്കെ എന്ത് ലാഭം ഉണ്ടാക്കുമായിരുന്നു. ഞാൻ 2002 മാധ്യമ പ്രവർത്തനം തുടങ്ങുന്നത്. ആ സമയത്ത് ഈ സംഘികൾ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകർ വളരെ കുറവാണ്. ജന്മഭൂമിയിലുള്ള ആൾക്കാരല്ലാതെ പുറത്ത് അക്സെപ്റ്റൻസ് കിട്ടുന്ന വേറൊരു ചാനലിലോ ഒക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ കുറവാണ്. സത്യത്തിൽ എനിക്ക് തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിൽ എത്തേണ്ടടുത്ത് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല എന്ന് ഇപ്പോഴത്തെ മറ്റു മാധ്യമ പ്രവർത്തകരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എത്തിയിട്ടില്ല. പക്ഷെ എങ്കിലും ഞാൻ എന്റെ സ്വത്വം നിലനിർത്തി എന്നുള്ളതിൽ ഞാൻ ഭയങ്കര അഭിമാനിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിന് സുഖമുണ്ട്, ബുദ്ധിമുട്ടുകളൊന്നും തോളെ കയറ്റി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ടാവും. എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ ഈ പറയപ്പെടുന്ന നന്ദഗോവിന്ദ ഭജൻസ് വലിയൊരു ട്രെൻഡായിട്ടുണ്ട്. വടക്കൻ കേരളത്തിലായിട്ടില്ല. വടക്കൻ കേരളത്തിലെ ക്ഷേത്രങ്ങളും മറ്റും എനിക്ക് ഈ CPM-കാരാണ് പല ക്ഷേത്രങ്ങളുടെയും നടത്തിപ്പുകാർ. അതാണോ ഇവരെ ഇത്തരത്തിൽ ഒരു മാറ്റത്തിന് പ്രേരിപ്പിച്ചത്? അല്ല, ഇത് ഈ പറഞ്ഞ മാതിരി ഒരു പദവിയിൽ എത്തിക്കഴിയുമ്പോൾ പിന്നെ മതേതരരാണെന്ന് കാണിക്കാൻ സന്ദീപാനന്ദഗിരിക്ക് പറ്റിയത് അതാണ്. അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ അത് അവര് ആ കുട്ടികൾക്ക് അവരുടേതായ ഒരു ഇതില് അപ്പൊ അവരെ പറഞ്ഞ് തിരുത്തുക. മാത്രമല്ല, അടുത്ത കാലത്ത് ഒരു വിവാദമുണ്ടായി ഇവരെ സംബന്ധിച്ച്. സംഘികളാണ്, സംഘപരിവാറിന് അക്കം കൂട്ടാനാണ് ഇവരെ ഇത്തരത്തിൽ ചെയ്യുന്നതെന്ന തരത്തിലൊരു ചർച്ചയുണ്ടായി. എനിക്കൊന്ന് അതും കൂടി ആയിരിക്കാം ഒരു പക്ഷേ ഇവർ ഇങ്ങനെ ചിന്തിക്കാനുള്ള കാരണം. ആയിരിക്കാം. ഞങ്ങൾ അതല്ല എന്നാണിക്കാൻ എന്തായാലും. കാരണം അത് അവര് ഈ പറഞ്ഞ മാതിരി ചിലപ്പോൾ സാഹചര്യത്തിലെ സമ്മർദ്ദം കൊണ്ട് ചെല്ലിയതാവും, അല്ലെങ്കിൽ അവർ കുറെ കാരണങ്ങളൊക്കെ പറഞ്ഞു. അവിടെ പിരിവ് കൊടുത്തു. ഈ പിരിവ് അപ്പൊ ഇത് നാളെ ഒരു ആചാരമാവരുത്. പിരിവ് കൊടുത്തവർക്ക് വേണ്ടി പാടുന്ന ഒരു പറ്റില്ല, അത് നടക്കില്ലല്ലോ. അപ്പോ അത് ക്ഷേത്രങ്ങളിൽ ഇത് നാളെ അല്ലെങ്കിൽ ഇതൊക്കെ വേണ്ടിയിരുള്ളൂ. മലബാറിൽ മാപ്പിളപ്പാട്ട് പാടേണ്ടി വരും. ഒപ്പനയും മാപ്പിളപ്പാട്ടും എനിക്കും ഇഷ്ടമാണ്. പാട്ടും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പോസ്റ്റിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. കാരണം ഞങ്ങളുടെ അവിടെ അന്ന് അധികം തിയേറ്ററുകളില്ല. അപ്പൊ അലക്സ് തിയേറ്റർ ക്രിസ്ത്യൻ ഓണർഷിപ്പിലുള്ളതാണ്. അവിടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അവര് പിന്നെ ഭക്തിഗാനം ഇടും. അതേതൊരു സിനിമാ പാട്ടാണെന്ന് എനിക്കറിയില്ല. വിശുദ്ധനായ സെബസ്ത്യാനോസേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ആ പാട്ട് നല്ല ഇഷ്ടമാണ്. അതിന്റെ ട്യൂണ് നല്ല രസമാണ്. അന്ന് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല, ഭാവികളാണ് വന്നതെന്ന്. ആ ട്യൂൺ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അലക്സിൽ പോകുമ്പോൾ ആദ്യം അതിപ്പോ തുടങ്ങും, ആ പാട്ട് ഇപ്പൊ കേൾക്കും, ഇപ്പൊ പാട്ട് കേൾക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അതെന്റെ അമ്പലത്തിൽ പോയാക്കാൻ എനിക്ക് ഇഷ്ടമില്ല. ആ പാട്ട് എനിക്ക് കേൾക്കാം, പക്ഷെ അത് അമ്പലത്തിൽ കേൾക്കാൻ ഇഷ്ടമില്ല. ഒപ്പന പാട്ട് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അത് അമ്പലത്തിൽ ഒപ്പന കളിക്കരുത്. അതിന് ഇന്നത് ഇന്നടത്ത് നിന്നുണ്ട്. അപ്പോഴാണ് ഇരിക്കേണ്ടോടത്ത് ഇരുന്നാലേ ചിരക്കേണ്ട വണ്ണം ചിരക്കേണ്ടോ എന്നൊരു നാട്ടിലെ ചൊല്ലുണ്ട്. അത് ഇരിക്കേണ്ടോടത്ത് ഇരിക്കുക. അപ്പൊ അല്ലാതെ ഈ അഭിനന്ദന പ്രവാഹം എന്നൊക്കെ എഴുതിയപ്പോൾ തെറ്റായ കീഴ്വഴക്കമോ ആചാരമോ ഉണ്ടാക്കരുത് എന്നുള്ള നിലയിൽ സ്നേഹബുദ്ധിയ എന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. എടുത്തോളണം എന്നില്ല. എന്റെ അഭിപ്രായം ഞാൻ അടിച്ചേൽപ്പിച്ചിട്ടില്ല. എന്റെ അഭിപ്രായം ഞാൻ തുറന്നു പറഞ്ഞു. അവർക്ക് എടുക്കാം. പറഞ്ഞവരെല്ലാവരും ആ ഒരു തലത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. ഈ ശബരിമല സമരം ഉണ്ടായ ശേഷം, ശബരിമലയിലെ പ്രശ്നം ഉണ്ടായ ശേഷം ഒരു ഹിന്ദു ഏകീകരണം കേരളത്തിൽ കൂടുതലായി ഉണ്ടായി എന്നുള്ളത്. ശബരിമലയ്ക്ക് മുന്നും ഒരു ഹിന്ദു ഏകീകരണം ഇവിടെ നടക്കുന്നുണ്ട്. അത് ഹിന്ദു സംഘടനകളുടെ പ്രവർത്തനത്തെക്കാളുപരി മറ്റവരുടെ ഇരട്ടത്താപ്പുകൊണ്ടാണ് പലപ്പോഴും ചിന്തിക്കാൻ എന്തുകൊണ്ട് നമുക്ക് ഒന്നിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു ചോദ്യം വരുന്നത്. അതാണോ ഈ CPM-നെ ഇത്രയധികം CPM-നെയും കോൺഗ്രസിനെയും ഒക്കെ വിരല് പിടിപ്പിക്കുന്നത്? അതുകൊണ്ടാണ് അവർ മതേതരത്വം എന്നുള്ളത് ഒരു പക്ഷേ വലതു, അതായത് ഈ ന്യൂനപക്ഷങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഭൂരിപക്ഷം ഏകീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണോ അവരെ ഇങ്ങനെ പ്രീണിപ്പിച്ചു തീർന്നത്? ഒറ്റയടിക്ക് കിട്ടുന്ന വോട്ടുകൾ അതാണ് അത് സംഘടിതമായി കിട്ടും. അപ്പൊ അതിനു വേണ്ടി മറുഭാഗത്തെ കുറ്റപ്പെടുത്തുക. അവിടെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി മത്സരിക്കുക, ആരാണ് കൂടുതൽ ഹിന്ദു വിരുദ്ധ എന്നുള്ളതിനുള്ള ഓട്ടമാണ് അവർ. പക്ഷെ ഹിന്ദുവിലെ ചില ആൾക്കാർ, ഇപ്പോൾ സന്ദീപാനന്ദഗിരി നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത, അപ്പൊ അങ്ങനത്തെ ചില ആൾക്കാർ അവരുടെ മതേതരത്വ സങ്കല്പം തെളിയിക്കാൻ വേണ്ടി പാടുപെടുന്നത് കൊണ്ട് ബഹുജനം പല വിധം അല്ലേ. അതൊക്കെ നടക്കട്ടെ, ഇതൊക്കെ ഹിന്ദു സമൂഹത്തിന്റെ ഭാഗമാണല്ലോ, നടക്കട്ടെ. അപ്പോൾ ടീച്ചർ വിലപ്പെട്ട സമയം എനിക്ക് തന്നതിന് വളരെ നന്ദി. ഇനിയും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ ടീച്ചറെ വിളിക്കും. തീർച്ചയായിട്ടും. ഓക്കെ, എന്നാ നമസ്തേ.